ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ, സ്നേഹം നിറഞ്ഞ നിങ്ങൾക്ക് ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ഡിവൈൻ വോയിസ് ആത്മീയ വിരുന്നിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ഡിവൈൻ വോയിസ് പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് ഈ മണിക്കൂറിൽ കൊണ്ടുവന്നിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പുത്രനായ ഈശോയെ, യോഹന്നാൻ്റെ സുവിശേഷം 14:23 അങ്ങ് പറഞ്ഞുവല്ലോ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അങ്ങയോടൊപ്പമായിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രവിക്കാൻ പോകുന്നവ ഗ്രഹിക്കാനും ശ്രവിക്കാനും വേണ്ട ഒരുക്കം ഞങ്ങൾക്ക് നൽകണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഈശോയിൽ അനുഗ്രഹീതരായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, യോവാക്കിമും റബേക്കയും വിവാഹിതരായിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങൾ ഇതുവരെയും ലഭിച്ചിരുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ യോവാക്കിമിന് തൻ്റെ പങ്കാളിയോട് ഇഷ്ടക്കേട്, വെറുപ്പ് എല്ലാം ആരംഭിക്കാൻ തുടങ്ങി. മക്കളില്ലാത്തതിൻ്റെ പേരിൽ അവസാനം വിവാഹബന്ധം വേർപെടുത്തുന്നതിൻ്റെ സ്ഥിതിയിൽ വരെ എത്തി. അദ്ദേഹം തൻ്റെ പങ്കാളിയോട് പറഞ്ഞു, നമുക്ക് പിരിയാം. പക്ഷേ അവളുടെ വിസമ്മതം അദ്ദേഹം ഗവനിച്ചില്ല. അങ്ങനെ ഒടുവിൽ അവർ വേർപിരിയാനായിട്ട് തീയതി നിശ്ചയിക്കുകയാണ്. വേർപിരിയേണ്ട തീയതി വന്നപ്പോൾ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം ഒരു വലിയ വിരുന്ന് നൽകുകയാണ്. വിരുന്നിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹം ശരിക്കും മദ്യപിച്ച് ഉന്മത്തനായി. ഇതിൻ്റെ മധ്യത്തിൽ വെച്ച് അവളോട് പറഞ്ഞു, നമ്മൾ ഏതായാലും വേർപിരിയുകയാണ്. നീ നാളെ പോകുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ നീ പോകുമ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഈ വീട്ടിൽ നിന്നും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെട്ട ഒന്ന് നിനക്ക് കൊണ്ടുപോകാം. എന്താണെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട ഒന്ന് നിനക്ക് കൊണ്ടുപോകാം. ഇങ്ങനൊരു വാഗ്ദാനം അവസാനമായിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു പിരിയുന്നതിന് മുമ്പ്. അതിനുശേഷം ഉന്മത്തനായ മനുഷ്യൻ കിടന്നുറങ്ങുകയാണ്. രാത്രിയിൽ വേർപിരിയാനായിട്ടൊരുങ്ങി നിൽക്കുന്ന ഭാര്യ, അവൾ തൻ്റെ സ്നേഹിതരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിളിച്ചുകൂട്ടി ഉറങ്ങിക്കിടന്ന തൻ്റെ ഭർത്താവായിരുന്ന യോവാക്കിമിനെ അതേപോലെ എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് സ്നേഹത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. എന്തുമാത്രം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രലോഭനങ്ങളോ ഒക്കെ വന്നാലും സ്നേഹത്തിൻ്റെ ആഴമുള്ള സ്നേഹമുണ്ടെങ്കിൽ അതിന് പിരിയാൻ പറ്റില്ല, പിരിക്കാനും പറ്റില്ല. ഇത് മനുഷ്യൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന് ജന്മം ജീവിതം നൽകിയ സൃഷ്ടാവിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും പ്രിയമുള്ളവരെ? ഇതാണ് നമ്മൾ ഈ മണിക്കൂറിൽ ഒന്ന് ധ്യാനിക്കാനായിട്ട് പോവുക. സംഖ്യയുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനത്തോടെ ഇപ്രകാരം കർത്താവ് പങ്കുവയ്ക്കുന്നുണ്ട്. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനുമാണ്. മനുഷ്യജീവിതത്തിൽ സാധാരണമാണ് തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളെല്ലാം. അപ്പോൾ എത്ര തെറ്റ് വന്നാലും കുറ്റങ്ങൾ വന്നാലും വചനം പറയുന്നതനുസരിച്ചാണെങ്കിൽ അകൃത്യങ്ങളും അപരാധങ്ങളും പോലും വന്നാലും അത് നിരുപാധികം ക്ഷമിക്കുന്നവനാണ് തമ്പുരാൻ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വചനം നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ഏതാനും ചില ഉദാഹരണങ്ങളോടെ ഒന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 3-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ആദത്തെയും ഹവയും ആദ്യ സൃഷ്ടികളാണല്ലോ. അവർ പാപം ചെയ്തതിന് ശേഷം ചെയ്തത് എന്തൊക്കെയാണ് നമുക്കൊന്ന്
പെട്ടെന്നൊന്ന് പരിശോധിച്ച് കടന്നു പോകാം, ധ്യാനിച്ച് കടന്നു പോകാം. അവർ ഒളിച്ചു, നുണ പറഞ്ഞു, പഴിചാരി പരസ്പരം നിഷേധിച്ചു, അവസാനം ന്യായീകരിച്ചു. 5 കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എന്നിട്ടും തൻ്റെ ആദ്യ സൃഷ്ടികൾ തുടക്കമായുള്ളൂ, വേണമെങ്കിൽ അവരെ അങ്ങോട്ട് ഒഴിവാക്കി അവരെ നിശേഷം നശിപ്പിച്ച് മറ്റ് 2 പേരെ തന്നെ സൃഷ്ടിക്കാമായിരുന്നു. ലോക ചരിത്രത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ, സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്തില്ല. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ. നിസാര തെറ്റ് ചെയ്താൽ പോലും, ഗൗരവമുള്ള തെറ്റ് ചെയ്താൽ പോലും കർത്താവ് നിരുപാധികം ക്ഷമിക്കുന്നവനാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് സംഖ്യയുടെ പുസ്തകത്തിലെ ഈ തിരുവചനം, നമ്മൾ ശ്രവിച്ച തിരുവചനം 14-18 പങ്കുവെക്കുന്നത്. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്, അവിടുന്ന് അകൃത്യവും അപരാധവും ക്ഷമിക്കുന്നവനുമാണ് എന്ന തിരുവചനത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം ഇങ്ങനെ സംഗ്രഹിക്കാനായിട്ടാണ് അച്ഛൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, 4-ാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും കായേൻ്റെ ജീവിതത്തെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ആബേലിനെ കൊന്നു. നമുക്കറിയാം, ചിത്രവും ചരിത്രവും നമുക്കറിയാം. അപ്പോൾ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാതന്ത്ര്യത്തോടുകൂടി മാനിക്കുന്ന ദൈവത്തെയാണ് നമ്മളിവിടെ കാണുക. മാനിക്കുന്ന ദൈവത്തെയാണ് കാണുക. അപ്പോൾ അവൻ്റെ സഹോദരനെ കൊന്നെങ്കിലും അവനിൽ അടയാളം പതിച്ച് ദൈവം അവനെ ജീവിക്കാൻ അനുവദിക്കുകയാണ്. അടയാളം പതിച്ച് അവനെ വിടുകയാണ്. നിശേഷം നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അടയാളം പതിച്ച് അവനെ ജീവിക്കാൻ അനുവദിക്കുകയാണ്. അത് അനേകർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളവനാണ് എന്നുള്ള ബോധവും കർത്താവ് അവനിൽ ജനിപ്പിച്ച് വിടുകയാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിലൂടെ അവന് അങ്ങനെ തെറ്റിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ള എല്ലാ സൂചനകളും കർത്താവ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി 4:7 പങ്കുവയ്ക്കുന്നതാ. കായനോട് ദൈവം അതിനു മുമ്പേ സൂചിപ്പിച്ചു, അവന് തെറ്റിലേക്ക് പോകുന്നതിന് മുമ്പേ സൂചന കൊടുക്കുകയാണ്. ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? കേൾക്കാം ഒരിക്കൽ കൂടി. ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ എന്ന് കർത്താവ് അവന് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ശാസനയാണോ അല്ല, ശാഠ്യമാണോ അല്ല, തിരുത്തലാണോ അല്ല, പക്ഷേ ഓർമ്മപ്പെടുത്തലാണ് അവന് നൽകുക. എങ്കിലും വീണ്ടും പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ. തുടർന്ന് പങ്കുവയ്ക്കുന്നു, നല്ലത് നീ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ മേൽ ഭരിക്കും, പാപം വാതിൽക്കൽ നിൽപ്പുണ്ട് എന്ന് നീ ഓർമ്മിക്കണം. ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള, പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു എന്ന് വീണ്ടും കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് കായനോട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വാക്കുകളെ കായൻ മാനിച്ചില്ല, ഗൗനിച്ചില്ല, ശ്രദ്ധിച്ചില്ല, വിട്ടുകളഞ്ഞു. ഗൗരവത്തോടെ ഇവിടെ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു അപരാധത്തിലേക്ക് അവൻ പോവുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, എന്നിട്ട് അവസാനം ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അതിനെ കീഴടക്കണം. തിന്മ നിന്നിൽ ശ്രദ്ധ വെച്ചിരിക്കുന്നു, താല്പര്യം വെച്ചിരിക്കുന്നു, അത് നിന്നെ കീഴടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അതിനെ കീഴടക്കണമെന്ന് ഓർമ്മപ്പെടുത്തൽ കായനോട് കർത്താവ് നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പങ്കുവെക്കുന്നുണ്ട്, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പാപത്തെ മാത്രമല്ല, സാത്താനെ മാത്രമല്ല, ലോകത്തെ അടക്കം ഞാൻ കീഴടക്കിയിരിക്കുകയാണ്. ആ പുത്രൻ ചെയ്തതാണ് കീഴടക്കിയിരിക്കുന്നത്. പിതാവ് അവനോട് പറഞ്ഞു, നീ പാപത്തെ കീഴടക്കണം, പാപത്തിൻ്റെ ചിന്തകളെ കീഴടക്കണം, പാപത്തിൻ്റെ ഇടപെടലുകളെ കീഴടക്കണം, സാത്താനെ നീ കീഴടക്കണം എന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തെ മുഴുവൻ കീഴടക്കിയിരിക്കുന്നു. ഈ ഈശോയാണ് നമുക്കിന്ന് മാതൃകയായിട്ടുള്ളത്. ലോകത്തെ മുഴുവൻ കീഴടക്കിയ ഈശോയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പിന്നിൽ താഴെയുള്ള കാര്യങ്ങളാണ് ബാക്കിയെല്ലാം. അവയെല്ലാം കീഴടക്കാനുള്ള വലിയ ശക്തി നമുക്ക് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും അവിടുന്ന് നൽകുന്നുണ്ട് എന്ന് ഒന്ന് തിരിച്ചറിയേണ്ടത് വലിയൊരു കാര്യമായിട്ട് തോന്നുകയാണ്. പ്രിയമുള്ളവരെ, തിരുവചനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. 6-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ കാണും, ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്ന് ദൈവം കാണുകയാണ്. ഭൂമിയിൽ മുഴുവൻ ദുഷ്ടത വർദ്ധിച്ചു. മനുഷ്യരെല്ലാം തിന്മ ചെയ്ത് വിവിധ തരത്തിലുള്ള ദൈവത്തിൽ നിന്ന് തിന്മ ചെയ്ത് അകന്നകന്നു പോവുകയാണ്. അപ്പോൾ ദൈവം കാണുകയാണ്, ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ചിന്തയും ഭാവനയും എല്ലാം ദുഷിച്ചതാണെന്നും, വാക്കുകൾ ശ്രദ്ധിക്കണം, അവൻ്റെ ചിന്തയും ഭാവനയും എല്ലാം ദുഷിച്ചതാണെന്നും കർത്താവ് കണ്ടു. ഇതെല്ലാം ഓർത്ത് കർത്താവ് അവനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് 2 കാര്യങ്ങളാണ്. 1 പരിതപിച്ചു, 2 വേദനിച്ചു. കർത്താവ് പരിതപിച്ചു, 2 അവൻ വേദനിച്ചു. ഈ വേദനിച്ച കർത്താവ് അങ്ങനെയാണ് പിന്നീട് പ്രളയം കൊണ്ടുവന്ന് പഴയ
തിന്മ ചെയ്ത് എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. പ്രിയമുള്ളവരെ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു, എന്നിട്ടും അതിൽ നല്ലവരെ ദൈവം വീണ്ടും നിലനിർത്തുകയാണ്. അവരിലെ ശ്രേഷ്ഠനെ നിലനിർത്തുകയാണ്. അവരിലൂടെ അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാനായിട്ടൊരുക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം 11-ാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ജനത, അടുത്ത വരുന്ന ജനത വീണ്ടും ഇതുപോലെയുള്ള പശ്ചാത്തലം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതായിരുന്നല്ലോ, പശ്ചാത്തലം ഇതായിരുന്നല്ലോ, അത് തുടരുകയാണ്. ബാബേൽ ഗോപുരം നിർമ്മിക്കാനായിട്ട് വലിയൊരു തീരുമാനമെടുക്കുകയാണ്. അവർ പറഞ്ഞു, ഗോപുരം നിർമ്മിച്ച് നമുക്ക് നമ്മുടെ പ്രശസ്തി നിലനിർത്താം. തങ്ങളിൽ തന്നെ ആശ്രയിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ജനം അവർ. അപ്പോൾ ഇങ്ങനെയൊരു ദൈവം മുകളിലുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് പറ്റിയില്ല. തങ്ങളാണ് വലുത്, തങ്ങൾ ചെയ്യുന്നതാണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, നമുക്കൊരു ഗോപുരം നിർമ്മിച്ച് നമ്മളുടെ പ്രശസ്തി നമുക്ക് നിലനിർത്താം. അപ്പോൾ പിതാവായ ദൈവം എന്ത് ചെയ്തു? അവരുടെ ഭാഷ ചിതറിച്ചു. ഭാഷ ചിതറിച്ചതോടുകൂടി അവരെല്ലാം ഭിന്നിച്ചു. തമ്മിൽ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒന്നും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ വന്നു. അങ്ങനെ അവരെ ചിതറിക്കുകയാണ് ദൈവം. പ്രിയമുള്ളവരെ, എന്നിട്ടും അവരെ നശിപ്പിക്കുകയല്ല, ചിതറിക്കുകയാണ്. ഇതാണ് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ് എന്ന് പറഞ്ഞതിനെ ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി അച്ഛൻ പങ്കുവയ്ക്കുന്ന ഉദാഹരണങ്ങളാണിതിൽ. 14-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ വീണ്ടും നമ്മൾ കാണും, ആദ്യ യുദ്ധം നടക്കുന്ന സന്ദർഭമാണ്. ചരിത്രത്തിലെ ആദ്യ യുദ്ധത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നതും പറയുന്നതും ഇവിടെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 5 രാജാക്കന്മാർ 4 രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുന്നു, അല്ലെങ്കിൽ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർ, സോദോം ഗൊമോറ ദേശത്തുള്ള അവരോടടക്കം 5 രാജാക്കന്മാരോട് 4 രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത്. അവസാനം അവർ വിജയിക്കുകയാണ്. സോദോം ഗൊമോറ ദേശത്ത് പാർത്തിരുന്ന അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനായിട്ടുള്ള ഈ ലോത്തിനെയും അവൻ്റെ സർവ്വ വസ്തുക്കളെയും സമ്പത്തും എല്ലാം ഇവരെന്നിട്ട് കവർന്നുകൊണ്ട് പോവുകയാണ് ഈ ജയിച്ചവർ. അങ്ങനെ കവർന്നുകൊണ്ട് പോകുമ്പോഴും ദൈവം അവരെ പിന്തുടരുകയാണ്, നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവിൻ്റെ മനുഷ്യൻ്റെ മേലുള്ള അചഞ്ചല സ്നേഹം എന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 16-ാമത്തെ അധ്യായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ, അവള് കൂടെ ഉണ്ടായിരുന്ന ഹാഗാറിനെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ക്രൂരമായിട്ട് അവളോട് പെരുമാറുകയും ചെയ്തതിനെക്കുറിച്ച് 16-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവനായ അബ്രാഹത്തിൻ്റെ ഭാര്യ ഹാഗാറിനോട് ചെയ്യുന്ന പെരുമാറ്റം അത് വളരെ ക്രൂരമായിരുന്നു എന്ന് തിരുവചനം ഓർമ്മപ്പെടുന്നുണ്ട്. അവളോട് ക്രൂരമായിട്ട് പെരുമാറി എന്നതാണ് വചനം പങ്കുവയ്ക്കുന്നത്. എന്നിട്ടും ഈ ക്രൂരതയുടെ മധ്യത്തിൽ നിന്നിട്ടും കർത്താവ് അവളെ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവളെ തിരുത്തി നേരെ വരാനായിട്ട് പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തെക്കുറിച്ചാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരിക. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 17-ാമത്തെ അധ്യായത്തിൽ സോദോം ഗൊമോറ ദേശം, അബ്രാഹത്തിനോട് മറ്റൊരു ദേശത്തേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ് ദൈവം. അപ്പോൾ ലോത്ത് താമസിച്ചിരുന്ന ആ ദേശത്തു നിന്നും ലോത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ദേശം നശിപ്പിക്കുമെങ്കിലും മനുഷ്യനെ നശിപ്പിക്കുകയല്ല കർത്താവ് ചെയ്യുന്നത്. അപ്പോൾ തിന്മയുടെ മേഖലകളെല്ലാം നശിപ്പിക്കുന്നുണ്ട്, പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവരെ, താൻ ചേർത്ത് നിർത്തിയവരെ, താൻ തിരുത്തിയവരെ, താൻ വളർത്തിയവരെ, താൻ കൂടെ കൊണ്ടു നടന്നവരെ എല്ലാം ചേർത്ത് മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭമാണ് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുക. പ്രിയമുള്ളവരെ, ഇനി പുറപ്പാട് പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും, ഈജിപ്തിലൊരു പുതിയ രാജാവ് വന്നതോടുകൂടി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട്, ജോസഫ് സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടവൻ, ഉപേക്ഷിക്കപ്പെട്ടവൻ, വിൽക്കപ്പെട്ടവൻ, അവൻ എത്തിയത് ഈജിപ്തിലാണ്. അവിടെ ഫറവോയുടെ പ്രീതിക്ക് പാത്രമായിട്ട് അവിടുത്തെ ഏറ്റവും അധിപനായിട്ട് വാഴുന്ന സന്ദർഭം. അങ്ങനെ നല്ലൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന സന്ദർഭം പ്രിയപ്പെട്ട ജനം. പക്ഷേ രാജാവ് ഒന്ന് മാറി. ഈജിപ്തിൽ പുതിയൊരു രാജാവ് വന്നപ്പോഴത്തേന് അന്തരീക്ഷങ്ങൾ മുഴുവൻ അങ്ങ് മാറുകയാണ്. സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എല്ലാം അങ്ങ് മാറുകയാണ്. അങ്ങനെ മാറിയ സന്ദർഭത്തിൽ അവർ അടിമത്തത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രിയജനം അടിമത്തത്തിലെ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നും ഈ അടിമത്തത്തിൻ്റെ ക്രൂരത അത് കണ്ട ദൈവം അവരുടെ ജനത്തിൻ്റെ രോദനം കേട്ടു എന്നാണ് മോശയെ വിളിക്കുമ്പോൾ പറയുന്നത്. എൻ്റെ ജനത്തിൻ്റെ രോദനം ഞാൻ കേട്ടു. എന്നിട്ട് ആ ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പെടുകയാണ് ദൈവം. ഇങ്ങനെ അചഞ്ചല സ്നേഹം കാണിക്കുന്ന കർത്താവിനെയാണ് പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ശരിക്കും നമ്മൾ വായിക്കുമ്പോൾ കണ്ടെത്താനായിട്ട് പറ്റുക. പ്രിയമുള്ളവരെ, 3-ാമത്തെ അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ മറ്റൊരു ഉദാഹരണം കൂടെ പങ്കുവെച്ചുകൊണ്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഇതാണ് മോശയുടെ വിളി. 40 വർഷത്തെ യാത്രയാണ്. മോശയെ വിളിച്ച് 40 വർഷത്തെ
യാത്രയ്ക്ക് ഒരുക്കുകയാണ് ദൈവം. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കാനാൻ നാട്ടിലേക്ക് കൊണ്ട് 40 വർഷത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന സന്ദർഭം. അപ്പോൾ വഴിമത്തി ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അവർ ആ ഈജിപ്തിൻ്റെ അടിമകളായിരുന്ന സന്ദർഭത്തിൽ സ്വന്തമാക്കിയ അല്ലെങ്കിൽ തങ്ങളുടെ ശൈലിയാക്കിയ ചില ജീവിത സാഹചര്യങ്ങളുണ്ട്. അത് മറ്റ് അന്യജനതയിൽ നിന്നും അവരിൽ നിന്നും സ്വായത്തമാക്കിയത് സ്വന്തമാക്കിയ പലതും വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് മാത്രമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ അവരിലെ ദുഷ്ടതയോ ക്രൂരതയോ അവരിൽ നിലനിന്നിരുന്ന തിന്മയുടെ വശങ്ങൾ എല്ലാം തൂത്തറിയാൻ പറ്റില്ല. നമുക്കറിയാം, ഒരാളുടെ സ്വഭാവം മാറ്റാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് ചില തിരുത്തലുകൾ അവിടെ വരാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ അങ്ങനെ ചിലതെല്ലാം പോയ വഴിയിൽ കൊള്ളരുതാത്തതും കൊള്ളില്ലാത്തതുമായിട്ടതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് 3-ാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കണ്ടെത്താനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, നിയമാവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിലൂടെ ഇപ്രകാരം കർത്താവ് അരുളി ചെയ്യുന്നു: തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനാണ് ദൈവം എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിശ്വസ്തതയോട് കർത്താവ് വിശ്വസ്തനാണ്. അവനോട് വിശ്വസ്തത പുലർത്താനായിട്ട് സൃഷ്ടികളായ നമ്മളും കടപ്പെട്ടവരും ഉത്തരവാദിത്തപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ്. പക്ഷേ അതിൽ നമ്മൾ വ്യതിചലിച്ചാൽ, ഞാൻ, നിങ്ങൾ, നീ വ്യതിചലിച്ചാൽ സംഭവിക്കാനായിട്ടിരിക്കുന്ന സാധ്യതയുള്ള കാര്യം ഇതാണ്: കഴുകൻ്റെ പണി ചെയ്യും കർത്താവ് എന്നുള്ളതാണ് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കഴുകൻ്റെ പണി ചെയ്യും. കഴുകൻ്റെ പണിയെക്കുറിച്ച് എന്താണ് എന്ന് തിരുവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ തിരുവചനത്തിലൂടെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കഴുകൻ്റെ പണി എന്താ? എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല എന്ന് 40:31 പങ്കുവയ്ക്കും. എന്നാൽ വീണ്ടും ഒരു വചനം കൂടെ നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനത്തിലൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിക്കുന്നത് കർത്താവാണ് എന്ന് പറഞ്ഞു. ഇതാണ് കഴുകൻ്റെ പണി ചെയ്യുമെന്ന് പറഞ്ഞത്. കർത്താവ് കഴുകൻ്റെ പണി ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എന്ന് പറഞ്ഞാൽ കൂട് ചലിപ്പിക്കും. അപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിച്ചതാണ്, അവിടുന്ന് ഇളക്കി മറിച്ചിടും. കൂട് ചലിപ്പിക്കുന്നതോടുകൂടി പിന്നെ കൂട്ടിലിരിക്കാനായിട്ട് പറ്റില്ല, കൊമ്പിലിരിക്കാൻ പറ്റില്ല, അവിടുന്ന് പുറത്തിയാടേണ്ടി വരും. അതോടുകൂടി പറക്കാനായിട്ട് അറിയില്ലാത്തത് അറിയാതെ വീഴും, താഴേക്ക് വീഴും. വീഴുമ്പോൾ കഴുകൻ്റെ പണി എന്താണ്? വീഴുമ്പോൾ പറന്നു ചെന്ന് താഴെയിൽ നിന്നും താങ്ങും. ഇതാണ് കഴുകൻ്റെ പണി. കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന വിധമാണ്. അതിലൂടെ ആ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തൻ്റെ ജനത്തെ ഇങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, എത്രമാത്രം അചഞ്ചലമായിട്ടുള്ള സ്നേഹമാണ് കർത്താവ് തൻ്റെ ജനത്തോട് കാണിക്കുന്നതെന്ന് വിവരിക്കാനായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിലുള്ള 11-ാമത്തെ തിരുവചനം. കൂട് ചലിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കും. ആദ്യം പറന്ന് കാണിക്കും, ഇങ്ങനെയാണ്, ഇങ്ങനെ വേണം, ഇങ്ങനെ വരണം, ഇങ്ങനെ വളരണം. എന്നിട്ടും അതിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ വീണ്ടും പിരിച്ച ചിറകുമായിട്ട് താഴെ വന്ന് വഹിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, എത്ര പാപം ചെയ്താലും, എത്ര തെറ്റുകളിൽ, അപരാധങ്ങളിൽ, വീഴ്ചകളിൽ, കെണിയിൽ പെട്ടുപോയാലും നശിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു തമ്പുരാൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് അചഞ്ചല സ്നേഹം എന്നുള്ള വാക്ക് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് ഒന്ന് അച്ഛൻ പങ്കുവെക്കാനായിട്ട് ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, എങ്ങനെ കഴുകൻ്റെ പണി ചെയ്യുന്ന കർത്താവ് ഇന്നും ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പച്ചകടാതെ നിൽക്കുന്ന ഒരു സത്യമാണ്. ഇന്നും കർത്താവ് ഇതുപോലൊക്കെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. കഴുകൻ്റെ സ്നേഹം പോലെ നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ്. താഴെ വീഴ്ത്താനല്ല, ഉയർത്താനാണ്. താഴ്ത്താനല്ല, പൊക്കാനാണ്. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നിരന്തരം ശ്രമിക്കുന്നത്. ഒരു വഴി അടച്ചാൽ അവൻ മറുവഴി തുറക്കും. ഇതാണ് കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഒരു വഴി അടച്ചു കഴിഞ്ഞാൽ അവൻ മറുവഴി തുറക്കും. മറുവഴി കണ്ടിട്ടാണ് ഒരു വഴി അടയ്ക്കുന്നത്. പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് പലപ്പോഴും ഇത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ വിവേകവും ബുദ്ധിയും ജ്ഞാനവും അറിവും കഴിവും ഇത്രയൊക്കെ ഉള്ളൂ. പ്രിയമുള്ളവരെ, അതിലേക്ക് നമ്മൾ വളരണമെന്നുള്ളതാണ് ഈശോ നമ്മളെ ഓർമ്മ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ വാങ്ങിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഇപ്രകാരം നമ്മളൊരു ഗാനം ആലപിക്കാറില്ലേ? വെളിച്ചം പകരണമേ, വെളിവ് നിറയ്ക്കണമേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ,
വിജ്ഞാനദായകനെ. വെളിവും വിജ്ഞാനവും വിവേകവും ഒക്കെ നിറയ്ക്കണേ എന്നും നയിക്കണമേ എന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനോട് നമ്മൾ എപ്പോഴും എവിടെയെല്ലാം നമ്മൾ പ്രാർത്ഥന കൂട്ടായ്മ ചേരുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പ് ചേരുമ്പോൾ, പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് ചേരുമ്പോൾ, ഇവിടെ എല്ലാം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുന്നത്. കാരണം ഈ വിവേകം ലഭിക്കാൻ, വെളിവ് നിറയ്ക്കപ്പെടാനായിട്ട് നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചൊരുങ്ങിയിടണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് അതിനായിട്ട് ശക്തി തരുന്നത്. നമ്മൾ കാണുന്നുണ്ടല്ലോ, പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണും, ഒരു വഴി അടച്ച് മറുവഴി തുറക്കുന്ന ദൈവം. ആയത് ചെങ്കടൽ കടക്കുകയാണ്, ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കാനായിട്ട് പ്രതിബന്ധം, തടസ്സം എന്താ? ഫറവോ തൻ്റെ പടയാളികളെ ആയിട്ട് പിന്നാലെ വിട്ടിരിക്കുകയാണ്. അവരെല്ലാം അസ്വസ്ഥപ്പെട്ടു, ആകുലപ്പെട്ടു. ദൈവം പറഞ്ഞു, ഇത് ചെയ്താൽ മതി. മോശയോട് പറഞ്ഞു, വടി നീട്ടുക. അവൻ വടി നീട്ടി, അനുസരിച്ചു, വിശ്വസിച്ചു, അനുസരിച്ചു. വടി നീട്ടി, വെള്ളം രണ്ടായിട്ട് മാറി. അങ്ങനെ അവർക്ക് ചെങ്കടൽ വിഭജിച്ച് ഉണങ്ങിയ പാത കൊടുത്ത ദൈവം. ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞു എന്ന് വിചാരിക്കും, വഴി അടഞ്ഞു എന്ന് ചിന്തിച്ച ജനത്തിൻ്റെ മുമ്പിൽ വഴി തുറന്ന ദൈവത്തെ നമ്മളവിടെ കാണുകയാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണും മറ്റൊരു ഉദാഹരണം. ജോഷുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണും, കുത്തിയൊഴുകുന്ന ജോർദാൻ നദി. ജോഷുവയുടെ നേതൃത്വത്തിലാണ് ജോർദാൻ നദി കിടക്കുന്നത്, മോശയുടെ നേതൃത്വത്തിലാണ് ചെങ്കടൽ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുത്തിയൊഴുകുന്ന ജോർദാൻ നദിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ഇനി എങ്ങോട്ട് പോകണം? ശത്രുക്കൾ പിന്നാലെ വന്ന് ആക്രമിച്ചേക്കാം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉറപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾ പുരോഹിതരോട് പറയുകയാണ്, പാദങ്ങൾ ജലത്തിലേക്ക് എടുത്തു വെക്കാൻ. വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതരോട് ജലത്തിലേക്ക് പാദങ്ങൾ ഊന്നാനായിട്ട് പറയുകയാണ്. പാദങ്ങൾ ഊന്നിക്കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു, വിശ്വസിച്ചു, അവർ അനുസരിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് നമുക്കറിയാം. ചിറ പോലെ വെള്ളം കെട്ടിനിന്നു അപ്പുറത്തും ഇപ്പുറത്തും എന്നാളാണ് വചനം പങ്കുവെക്കുന്നത്. 3-ാമത്തെ അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളിലതാണ് പങ്കുവെക്കുന്നത് ജോഷുവയുടെ പുസ്തകം. അപ്പോൾ ഒഴുക്ക് നിലച്ചു, ജോർദാൻ നദിയുടെ ഒഴുക്ക് നിലച്ചു, വെള്ളം ചിറ പോലെ ഇരുവശങ്ങളിലും കെട്ടിന്നു. അവർ ഉണങ്ങിയ പാറപ്പുറത്ത് പോലെ അല്ലെങ്കിൽ മണൽപ്പുറത്ത് എന്നതുപോലെ കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ചഞ്ചലിക്കാത്ത സ്നേഹം ദൈവം നമ്മളോട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പങ്കുവെക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പങ്കുവെച്ചതാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ തിരിച്ചു വരാനും തിരുത്താനും തിരിച്ചറിവ് വരാനുമായിട്ട് കർത്താവ് എപ്പോഴും നമുക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരാനും തിരുത്താനും തിരിച്ചറിവ് വന്ന് തിരികെ വരാനുമായിട്ട് കർത്താവ് എപ്പോഴും നമുക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതിന് ചെയ്യേണ്ടതാണ് കാതു കൊടുക്കുക, ഹൃദയം കൊടുക്കുക, ജീവിതം കൊടുക്കുക. അപ്പോൾ ഇതിനായിട്ട് നമ്മളുടെ ശ്രദ്ധ എപ്പോഴും കർത്താവിലേക്ക് തിരിയണം, എങ്കിലേ വരത്തുള്ളൂ. കർത്താവിലേക്ക് തിരിയുമ്പോഴാണ് ഇതിനൊക്കെ നമുക്ക് സാധ്യതയും സാഹചര്യങ്ങളും കൊടുക്കുക. പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് അതിനുള്ള മറ്റ് വശങ്ങളും വഴികളും ഒക്കെ തുറന്നും ലഭിക്കുക. അതിനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, ദാഹിക്കാം. നിരന്തരം തമ്പുരാനുമായിട്ടുള്ള ബന്ധം, അഭേദ്യമായ അചഞ്ചല സ്നേഹം കാണിക്കുന്ന ഈ തമ്പുരാനുമായിട്ട് നമുക്ക് സാധ്യമായ സ്നേഹം നമുക്ക് സൂക്ഷിക്കാനായിട്ടുള്ള കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ നിമിഷങ്ങളിലെല്ലാം ഞങ്ങളോട് നിൻ്റെ അചഞ്ചലമായ സ്നേഹത്തെക്കുറിച്ച് പകർന്ന് പങ്കുവെച്ച് തന്ന കരുണയോർത്ത് നന്ദി പറയുന്നു. ഈശോയെ, നീ ഞങ്ങളോട് കാണിക്കുന്ന, ഞങ്ങൾ അപരാധികളും പാപികളും കുറ്റക്കാരും ബലഹീനരും അപൂർണരുമായ ഞങ്ങളെ ഈശോയെ നിൻ്റെ സ്നേഹത്തോട്, പിതാവെ നിൻ്റെ സ്നേഹത്തോട്, പുത്രനായ നിൻ്റെ സ്നേഹത്തോട്, പരിശുദ്ധാത്മാവെ നിൻ്റെ സ്നേഹത്തോട് എപ്പോഴും ചേർത്ത് നിർത്താനായിട്ടാണല്ലോ ആഗ്രഹിക്കുക. തള്ളിക്കളയാനായിട്ടല്ലല്ലോ, ഉപേക്ഷിക്കാനായിട്ടല്ലല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾക്ക് സഹകരിക്കാനുള്ള വലിയ കൃപ, കരുത്ത്, അഭിഷേകം, അനുഗ്രഹം തരണേയെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.